ക്കുമായിട്ട് പണം ചെലവഴിച്ചിരുന്നു. എന്നാൽ ഒരു കുട്ടിക്കായി ചെലവഴിച്ച പണം ആ അച്ഛൻ്റെ പോക്കറ്റിലേക്ക് തിരികെ എത്തുന്നു. പോക്കറ്റിലേക്ക് തിരികെ വരുന്നത് അസറ്റ്, പോക്കറ്റിൽ നിന്നും പണം വീണ്ടും എടുത്തുകൊണ്ട് പോകുന്നത് ലയബിലിറ്റി. ഈ ഡെഫിനിഷൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരും. സമ്പന്നർ ആസ്തികൾ, അസറ്റുകൾ സമ്പാദിക്കാൻ കൂടി ശ്രദ്ധിക്കുന്നു. ഇടത്തരക്കാരും പാവപ്പെട്ടവരും അസറ്റെന്ന് കരുതിയോ തിരിച്ചറിയാതെയോ ബാധ്യതകളിലേക്ക് പണം നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു, ചെലവാക്കിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾക്ക് പണം വരുന്നുണ്ട്, നിങ്ങളത് ചെലവാക്കുന്നുമുണ്ട്. പക്ഷേ അസറ്റാണോ ലയബിലിറ്റി ആണോ നോക്കിയിട്ടാണോ നാളിതുവരെ ചെലവാക്കിയത്? അസറ്റിലേക്ക് നിങ്ങൾ ചെലവാക്കി തുടങ്ങുമ്പോൾ, ആ അസറ്റുകൾ പെരുകാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സമ്പത്തും വർദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു പണം നിങ്ങൾക്ക് ചിലവഴിക്കുമ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഡെഫിനിഷൻ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇത് നാളെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഇത് അസറ്റാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഫുഡ്, നിങ്ങളുടെ ഭക്ഷണം, ആ കാര്യത്തിൽ നിങ്ങളുടെ ബേസിക് നീഡാണ്. നമുക്ക് 3 കാര്യങ്ങൾക്കാണ് നമ്മൾ പൈസ ചിലവഴിക്കുക. 1 അത്യാവശ്യം, 2 ആവശ്യം, 3 അനാവശ്യം. അനാവശ്യ കാര്യങ്ങൾക്കാട്ട് ഇനി പൈസ ചിലവഴിക്കുകയും ചെയ്യരുത്, അല്ലേ? കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ആവശ്യങ്ങളും അത്യാവശ്യങ്ങളുമുണ്ട്. ഭക്ഷണം അത്യാവശ്യമാണ്. ആ അത്യാവശ്യത്തിൽ തന്നെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം, അതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി അത് ഉറപ്പാക്കിക്കോണം. നേരെ മറിച്ച് അനാവശ്യമായി